മലയാള സിനിമയിലും കോപ്പിയടി. സാധാരണ മലയാള സിനിമകൾ ബാക്കിയുള്ള ഇൻഡസ്ട്രിക്കാരെടുത്ത് റീമേക്ക് ചെയ്യുക. ഇവിടെ മലയാളത്തിൽ വേണ്ടി രണ്ട് പടത്തിനും ഒരേ കഥ പറയുന്നത് നമ്മുടെ അടിത്തട്ടിനെയും കൊണ്ടലിനെയും പറ്റിയിട്ടാണ്. ഈ രണ്ട് സിനിമയ്ക്ക് എങ്ങനെ ഒരേ കഥ വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അടിത്തട്ട് 2021 എന്തോ ഇറങ്ങിയ പടമാണ്, കൊണ്ടൽ 2024 ഇറങ്ങിയ പടം. രണ്ടിനും സെയിം കഥ. പിന്നെ കുത്തും കോമയും അങ്ങടും ഇങ്ങടൊക്കെ മാറിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നില്ല കോയിൻസിഡൻസ് ആയിട്ട് ഉണ്ടായതൊന്നും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പേഴ്സണലി എന്റെ അടുത്ത് ചോദിക്കാൻ വെച്ചാൽ ടു മീ അടിത്തട്ട് ഈസ് വാഫ ബെറ്റർ ദാൻ കൊണ്ടൽ എന്ന് ഞാൻ പറയുള്ളൂ. അടിത്തട്ട് എനിക്ക് നല്ലൊരു സിനിമയായിട്ടാണ് തോന്നി. സാധാരണ ഷൈൻ ടോം ചാക്കോന്റെ ഒരു പടം കാണുമ്പോൾ ആദ്യം OTT പ്ലാറ്റ്ഫോംസിനോട് ഞാൻ നന്ദി പറഞ്ഞിട്ടാ തുടങ്ങും. കാരണം സബ് ടൈറ്റിൽ തരുമല്ലോ. ഇങ്ങനെ ഡയലോഗ് ഡെലിവറി ആണെന്ന് വെച്ചാൽ പാറപ്പുറത്ത് ചിരട്ടിട്ട് ഉറക്കുന്ന പോലെയാണല്ലോ. പക്ഷെ ഇതിൽ കിഡിലനായിട്ടാണ് ആള് പെർഫോം ചെയ്യുന്നത്. ആ ക്യാരക്ടറിന്റെ സീരിയസ്നെസ് പിടിച്ചിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തുള്ള പടം. ഇതിൽ മീൻ നേരാക്കണൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും മീൻകാരാണ്, നമുക്ക് കറക്റ്റായി മനസ്സിലാവും. സണ്ണി വെയിൻ ഉണ്ട് ഈ പടത്തിൽ. സണ്ണി വെയിൻ ഇടയ്ക്കൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട്